God's holy name be glorified. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. And greetings to all of you in the matchless and wonderful name of our Lord and Savior, the Lord Jesus Christ. നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. So I thank God for this great opportunity which God has given to me. ദൈവം എനിക്ക് നൽകിയ ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So my today's topic is how we can live a victorious Christian life. എങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. So let us turn with me Luke chapter 4 and verse 1. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. So here we can see the temptation of Jesus. ഇവിടെ യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. To live a spiritual life, we must need spiritual power. ആത്മീയമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മാവിന്റെ ശക്തി ആവശ്യമാണ്. To live a victorious Christian life, we must need spiritual power in our life. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മീയ ശക്തി വേണം. Without spiritual powers, we cannot live a spiritual life. ആത്മീയ ശക്തി ഇല്ലാതെ നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. Without spiritual power, we cannot live a victorious Christian life. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല ക്രിസ്തീയ ശക്തി ഇല്ലാതെ. To live a victorious Christian life, we must need spiritual powers in our life. ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ക്രിസ്തീയ ആത്മീയ ശക്തി ആവശ്യമാണ്. To obey the commandments of the Holy Bible, we must need spiritual powers in our life. ദൈവവചന കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് ആത്മീയ ശക്തി ആവശ്യമാണ്. Without spiritual power, we cannot obey Bible single commandment also. ആത്മീയ ശക്തി ഇല്ലാതെ ദൈവവചനത്തിലെ ഒരു കൽപ്പന പോലും പൂർണ്ണമായി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. Because we are human beings and we are living in human flesh, in sinful flesh. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരാണ്, നമ്മൾ പാപത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവരാണ്. As we know, we are born by the sin and our mothers, they have conceived us by the sin. നാം പാപത്തിൽ ജനിച്ചവരാണ്. നാം മനസ്സിലാക്കുന്നു, വചനത്തിൽ വായിക്കുന്നു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. So without our own power, with our own capacity, we cannot live a spiritual or a victorious Christian life. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സ്വയശക്തി കൊണ്ട് നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. To live such a life, we need powers from the Holy Spirit. അതുകൊണ്ട് അങ്ങനെ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവത്തിൽ നിന്ന് ആത്മീയ ശക്തി നമുക്ക് ആവശ്യമാണ്. To obey the commandments of the Holy Bible, we need powers from the Holy Spirit. ദൈവവചനത്തിലെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാനും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. Without the powers of the Holy Spirit, no one can obey the Bible commandments. പരിശുദ്ധാത്മാ ശക്തി കൂടാതെ ഒരു വ്യക്തിക്ക് ദൈവിക വചന പ്രമാണങ്ങൾ അനുസരിക്കുവാൻ സാധിക്കുകയില്ല. You are one young man or young girl or elder person, you must need power of the Holy Spirit. നിങ്ങൾ മുതിർന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, മധ്യവയസ്കനായിക്കൊള്ളട്ടെ, ഒരു ചെറുപ്പക്കാരനായിക്കൊള്ളട്ടെ, എല്ലാവർക്കും ദൈവിക ശക്തി ആവശ്യമാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ. With your own capacity, you cannot live such a spiritual life. നമ്മുടെ സ്വയ പ്രയത്നം കൊണ്ട്, ശക്തി കൊണ്ട് നമുക്ക് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ജീവിതം സാധ്യമല്ല. So when we see our personal life, how is now our personal life and our spiritual condition? നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ ക്രിസ്തീയ ജീവിതം ഇപ്പോൾ എങ്ങനെ ഉള്ളതാണ്? How is our teaching ministry? നമ്മളുടെ ശുശ്രൂഷകൾ എങ്ങനെയുള്ളതാണ്? How is our preaching ministry? നമ്മളുടെ പ്രസംഗങ്ങൾ എങ്ങനെയായിരിക്കുന്നു? And how is our personal life? നമ്മളുടെ വ്യക്തി ജീവിതങ്ങൾ ഇപ്പോൾ ഏത് നിലവാരത്തിലാണ്? Is that full of Holy Spirit? അത്
പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ളതാണോ? So we can examine now in ourselves. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. How we will get spiritual powers. എങ്ങനെ നമുക്ക് ആത്മീയ ശക്തി നേടുവാൻ സാധിക്കും? So now I am going to say something that, so heed me. അതിനോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. So concerning this, point number 1 is, by spending more time in the presence of the Lord, we can get spiritual powers. ആത്മീയ ശക്തി ലഭിക്കുവാൻ ഉള്ള ഒന്നാമത്തെ മാർഗം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക. So we can think now how much time we are spending personally with our Lord. നമുക്ക് ഒന്ന് പരിശോധിക്കാം, നാം എത്രമാത്രം സമയം വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ചെലവഴിക്കാറുണ്ട്. I am saying about personal time, not assembly time or cottage meeting or outside meeting. ഞാൻ പറയുന്നത് വ്യക്തിപരമായി നാം എത്രമാത്രം സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. How much time you are personally spending with the God. വ്യക്തിപരമായി എത്രമാത്രം സമയം നാം ദൈവവുമായി ചെലവഴിക്കുന്നു. God want that in our life. അത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. So this is first point. By spending more time in the presence of the Lord, we can get spiritual powers. ഒന്നാമതായി ആത്മീയ ശക്തി ലഭിക്കുവാൻ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക. And point number 2 is by prayer. രണ്ടാമത് പ്രാർത്ഥനയിലൂടെ. By prayer we can get spiritual powers. പ്രാർത്ഥനയിലൂടെ നമുക്ക് ആത്മീയമായി ശക്തിയുള്ളവരാകാം. When we see Abraham's life, അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, he was a good praying person. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. When we see David's life, ദാവീദിന്റെ ജീവിതത്തിലേക്ക് നാം കടന്നു he ചെല്ലുമ്പോൾ, also one good devoted man. അദ്ദേഹവും വളരെ ആത്മീയനായ സമർപ്പണമുള്ള ഒരു വ്യക്തിയായിരുന്നു. And when we see Moses, he also one prayer warrior man. മോശയും വളരെ പ്രഗത്ഭനായ ആത്മീയനായ വ്യക്തിയായിരുന്നു. And when we see Daniel life, ദാനിയേലിന്റെ ജീവിതവും നാം നോക്കുമ്പോൾ, he also one good prayer maintain servant of God. അദ്ദേഹവും ദൈവത്തിന്റെ ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. And when we see perfect and best example, he is our Lord and Savior, the Lord Jesus Christ. അതിനേക്കാളൊക്കെ ഉപരി ഈ കാര്യത്തിൽ ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. How he was praying when he was on the face of the earth. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എപ്രകാരമാണ് താൻ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചത് എന്ന് നമുക്കറിയാം. He used to pray more night in the presence of the Lord. രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചിട്ടുണ്ട്. He was God in human flesh. യേശുക്രിസ്തു മനുഷ്യനായി തീർന്ന മനുഷ്യ ജഡമെടുത്ത ദൈവമാണ്. If he need more and more prayer, so let's think we are human beings, how much we need prayer in our life. യേശുക്രിസ്തുവിന് അത്തരത്തിലൊരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമായിരുന്നെങ്കിൽ മനുഷ്യരായ നമുക്ക് എത്രമാത്രം പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. So prayer is must in our life. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. And third point is, മൂന്നാമതായി, by reading the holy scripture we can get spiritual powers. ദൈവവചന വായനയിലൂടെ നമുക്ക് ആത്മീയ ശക്തിയുള്ളവരാകാം. So these three things are there. By applying these three things we can get spiritual powers from the God. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്ക് ആത്മീയമായി ശക്തിയുള്ളവരാകാം. Let me think how much time we are spending personally with our God. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം എത്രമാത്രം സമയം വ്യക്തിപരമായി നാം ദൈവസന്നിധിയിൽ ചെലവഴിക്കാറുണ്ട്. How much time? എത്രമാത്രം സമയം? 5 minutes, 5 മിനിറ്റ്, 10 minutes, 10 മിനിറ്റ്, or 15 minutes. അല്ല 15 മിനിറ്റ്. If we will do prayer daily 5 minutes, so how much power we can get to live such a victorious life? 5 മിനിറ്റാണ് നാം ഒരു ദിവസം പ്രാർത്ഥിക്കുന്നതെങ്കിൽ ചിന്തിക്കുക എത്രമാത്രം ശക്തിയാണ് നമുക്ക് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ ലഭിക്കുന്നത്. We are getting in the morning and we are praying, Lord, thank you for this wonderful morning. Bless my family and bless my neighbors. In the name of Jesus I pray, amen. We are praying like that and we are going for our work. ഒരുപക്ഷെ നാം പകല് ചെറിയ ചില വാചകങ്ങൾ ഇങ്ങനെ പറയും, ഈ പ്രഭാതം തന്നതിനായിട്ട് സ്തോത്രം, എന്റെ കുടുംബത്തെ സഹായിക്കണമേ, അയൽക്കാരെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. Is it so? അങ്ങനെ മതിയോ? So we
If we will pray like that, so we cannot get any power to live such a victorious life. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതുകൊണ്ട് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനുള്ള ശക്തി നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. So to live a spiritual life or a Christian victorious life, അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ we have to spend our time in the presence of the Lord more and more. കൂടുതലായി നമുക്ക് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാം. This is point number 1. അതായിരുന്നു ഒന്നാമത് ഞാൻ പറഞ്ഞത്. Point number 2 is by prayer also we can get spiritual power from the Lord. രണ്ടാമത്തേത് പ്രാർത്ഥനയിലൂടെ And by reading the Holy Scripture we can get spiritual life from the അതുപോലെ Lord. വചനവായനയിലൂടെ. So by applying 3 things we can get spiritual power from the Lord. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ ശക്തിയുള്ളവരാകാം. We can live on this earth a victorious Christian life. അങ്ങനെ ഈ ലോകത്തിന്റെ പരപ്പിൽ നമുക്ക് വിജയകരമായി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. Keep these things in your life and practice this thing, and you will live in coming days a victorious Christian life. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. Through this message God will bless us. ഈ വചനങ്ങളിലൂടെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. God's holy name be glorified. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ.